ഇന്നത്തെ വീഡിയോ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയാലോ? വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഉപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇവ ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച ചിക്കനാണ് ഇട്ടത്. എല്ലില്ലാത്ത ചിക്കനാണ് ഇത്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിലേക്ക് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 കാശ്മീരി വറ്റൽമുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയുള്ളി, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് വരും. ഇനി വേണ്ടത് ഒരു 4-5 തക്കാളി നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളകും പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ വേവിച്ചെടുത്തതിനെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തതിനെ ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക മധുരത്തിനനുസരിച്ച്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നോക്കിയിട്ട് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.